നമസ്കാരം, മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. ഇന്നാദ്യം നമുക്ക് ഷിജു വിസ്മയെ പരിചയപ്പെടാം. നാട്ടിൽ കൊച്ചു കലാപരിപാടികളുമൊക്കെ ആയിട്ട് കഴിയവെയാണ് ഗൾഫിലേക്ക് വരേണ്ടി വന്നത്. ഈ മറുനാടൻ മലയാളി ഇന്ന് ഒരു സ്ഥാപനത്തിൽ മെസ്സഞ്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കവിതയാണ്. ഒരു കവിയും ഗാനരചയിതാവും മിമിക്രി കലാകാരനുമൊക്കെ ഷിജുമോനോടൊപ്പം അല്പസമയം. ഞാൻ ഷിജു സുസ്മ എന്നാണ് ഞാൻ ഫേസ്ബുക്കിലും എല്ലാം എഴുതുന്നതും തുല്യനാമവും. നാട്ടിലെ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം ചെന്തളന്ന പ്രദേശത്താണ് എൻ്റെ നാട്. വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. ഭാര്യയും നാട്ടിലാണ്, ഭാര്യ പഠിക്കുന്നു. പിന്നെ സഹോദരിയുണ്ട്. സഹോദരി വേറെ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്താണ്. സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരൻ ഒരു 4 വർഷം മുമ്പ് മരണപ്പെട്ടു. ഇവിടെ 8 വർഷമാകുന്നു. ഇപ്പോൾ ഞാനും മെസ്സഞ്ചറായിട്ട് പ്രൈം മെഡിക്കൽ സെൻ്റർ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. സാമ്പിളുകളൊക്കെ കൊണ്ടുപോവുക, പിന്നെ ഇൻഷുറൻസിൽ പേപ്പേഴ്സ് കളക്ഷൻ ചെയ്യുക, പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. ബൈക്കിൽ തന്നെയാണ് സഞ്ചാരം. 7 വർഷം കഴിയുന്നു ബൈക്കിൽ തന്നെ സഞ്ചാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് വലുതായിട്ട് ഓടിച്ച് പരിചയം 2003 ബൈക്ക് ഓടിച്ച ശേഷം ഇവിടെ വരുന്നതിന് ഒരു 4-5 മാസം മുമ്പാണ് സജീവമായിട്ട് ബൈക്ക് ഓടിച്ചു തുടങ്ങിയത്. അവിടെ ബൈക്ക് ഓടിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിനേക്കാളുപരി ബുദ്ധിമുട്ട് ഇവിടെയാണ്. കാരണം ഇവിടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ചൂട്, ഇവിടുത്തെ കാലാവസ്ഥ വളരെ വ്യത്യസ്തമാണ്. അതുമാത്രമല്ല, നമ്മൾ ലോങ് ഓടുകയാണെങ്കിൽ ഒരു 10-15 ചുറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമ്മൾ സിഗ്നലിൽ വീണ് പോയി കഴിഞ്ഞാൽ കുളിച്ച് വരുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയാണ് നമുക്ക് അനുഭവിച്ചുകൊണ്ടറിയാം. പ്രത്യേകിച്ച് ഡെലിവറി ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെയധികം കഷ്ടപ്പാടാണ് ഇവിടെ. പക്ഷേ എന്നാലും അവർ സന്തോഷം കാണുന്നുണ്ട്. എന്നാലും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ട്രാഫിക്ക് നമുക്ക് അനുകൂലമല്ല. ട്രാഫിക്ക് നമുക്ക് അനുകൂലം എന്ന് വെച്ചാൽ സിഗ്നലിൽ വീഴുമ്പോൾ നമുക്ക് അനുകൂലമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ട്രാഫിക്ക് വരുമ്പോൾ ചെറിയ കിട്ടുന്ന ഗ്യാപ്പ് കൂടെ നമ്മൾ വളരെ വേഗം എത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് കമ്പനി അത് തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പോസ്റ്റ് ചോദിച്ചാൽ അവർ ഇത്രയും പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾ എത്രയും വേഗത്തിൽ മറ്റുള്ള 4 വീലർ പോകുന്നതിനേക്കാളും വേഗത്തിൽ നമ്മൾ കാര്യങ്ങൾ എത്തിക്കുന്നതാണ് നമ്മുടെ ഒരു പരിമിതി അനുസരിച്ച്. ജോലിയിൽ നല്ല തൃപ്തനാണ് ഞാൻ. കാരണം ജോലി 9 മണിക്കൂർ 9 to 9 9 മുതൽ 9 ആണ് ഡ്യൂട്ടിയെങ്കിലും വളരെ നല്ല ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിരാശ തോന്നുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ട് ഇപ്പോൾ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. നാട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും, സാമ്പത്തികമായിരുന്നാലും അല്ലെങ്കിൽ കലാപരമായിരുന്നാലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, പിന്നെ നല്ല കൂട്ടുകൾ, ഒരുപാട് കലാരംഗത്തെ കുറേ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഇവിടെ ഒന്ന് സഹായിച്ചു. അതാണ് നാട്ടിൽ അത്യാവശ്യം കലാപരമായ കാര്യങ്ങളും പിന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും പിന്നെ ട്യൂഷനൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. കലാപരം എന്ന് പറയുന്നത് ഞാൻ മിമിക്രിയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ ഡാൻസറായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഴുത്തും മറ്റു കാര്യങ്ങളുമായിട്ട് പ്രവർത്തനമായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിൽ കുറച്ചുണ്ടായിരുന്നു. നാട്ടിലെക്കാളും ഉപരി ഇവിടെ കുറേ പ്രവർത്തകരുണ്ട്. റൂമുകളിലൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നമ്മളത് ഉപയോഗിക്കുമായിരുന്നു. കവിതകൾ, പിന്നെ മിമിക്രികൾ അല്ലെങ്കിൽ മറ്റുള്ള കോമഡികളൊക്കെ ചെയ്ത് നമ്മൾ സമയം കളയുമായിരുന്നു. ഈ അവസാനമായിട്ട് ഞാൻ കുറച്ചു മുമ്പ് എഴുതിയ കവിതയാണ് മുത്തശ്ശി എന്ന് പറയുന്ന ഒരു കവിത. മുത്തശ്ശി കഥ പറയാനിവിടെ നേരം പോക്കിനുമാളില്ല, മുത്തശ്ശി കഥ പറയാനിവിടെ നേരം പോക്കിനുമാളില്ല, വിട്ടിപ്പെട്ടി തുറന്നു കരയും കലികാലത്തിൻ കാലമിത്. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് എൻ്റെ ആദ്യത്തെ ആൽബം ഇറങ്ങിയത്, ക്രിസ്തി ആൽബം. അതിൻ്റെ പേര് ദിവ്യസ്നേഹം എന്നാണ്, 2012. അതിനുശേഷം പിന്നെ കഴിഞ്ഞ 2015 മിഥിൻ എന്ന് പറയുന്ന കവിതാ സമാഹാരം ഇറക്കാൻ പറ്റി. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ അവതാരിക എഴുതിയ CLS ബുക്സ് പുറത്തിറക്കിയ അതാണ് ഈ കവിതാ സമാഹാരം. അതിനിടയ്ക്ക് തന്നെ വേറെ രക്ഷാദായകൻ എന്ന് പറയുന്ന ആൽബത്തിൽ എനിക്ക് എഴുതാൻ പറ്റി 4 ലിറിക്സുകൾ. എല്ലാത്തിൻ്റെയും വരികളാണ് ചെയ്തിരിക്കുന്നത്. സ്വന്തമായിട്ട് എഴുതി ഞാൻ ഇപ്പം വരുന്ന ഒരു ആൽബത്തിൽ ഞാൻ തന്നെ സംഗീതം ചെയ്തു വരുന്ന ഒരു ഈദുമായി ബന്ധപ്പെട്ട ഒരു ആൽബം, ഈദിൻ തക്ബീർ എന്ന് പറയുന്ന ഒരു ആൽബത്തിൻ്റെ വർക്കിങ്ങിലാണ്. ഓരോരോ പെരുന്നാളുമാഘോഷമാകുമ്പോൾ സോദരരോടു നീ പൊരുത്തപ്പെടേണം,
ഓരോരോ പെരുന്നാളും ആഘോഷമാകുമ്പോൾ സോദരരോടു നീ പൊരുത്തപ്പെടേണം. ചില കവിതാ സമാഹാരം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ എൻ്റെ കവിതകളൊക്കെ ഇട്ടുകൊണ്ടത്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കുമായിരുന്നു, അവർക്കൊക്കെ ഇഷ്ടമായി. പിന്നെ അതങ്ങനെ ഇതിങ്ങനെ ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ജിമ്മി ജോൺ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, CLS ബുക്സ് എന്ന് പറയുന്ന ബുക്സ് ഉണ്ട്, ലീല M ചന്ദ്രൻ പുള്ളിക്കാരിയാണ് അതിൻ്റെ CLS ബുക്സിൻ്റെ പ്രസാധകൻ. പുള്ളിക്കാരിയായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് എഴുതിയ കവിതകളെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഇതിലാണ് ഒരു പുസ്തകം ഇറക്കിയത്. CLS ബുക്സ് കണ്ണൂരാണ്. അതിലൊരു ശ്രദ്ധേയമായൊരു കവിതയുണ്ട്. അതായത് ദൂരദർശനിലെ സംഗീത സംവിധായകൻ മോഹൻ സാറ് ഈണം നൽകിയ മിഴിനീരെന്ന് പറയുന്ന കവിത തന്നെ എൻ്റെ ജ്യേഷ്ഠനുള്ള കവിതയാണ്. അദ്ദേഹം നല്ല രീതിയിൽ അത് മ്യൂസിക് ചെയ്യുകയും റോയി പള്ളിത്തറ അത് നല്ലപോലെ ആരംഭിക്കുകയും ചെയ്തു. അതിൽ 2 വരി ഞാൻ പാടും. എൻ്റെ ഓരോ സ്വപ്ന വഴിയിലും ആവേശം പകർന്ന സ്നേഹമേ, നിൻ ചിത്രം ഞാൻ നോക്കിയിരിക്കുമ്പോൾ കണ്ണു നനയുന്നു, മിഴികളിൽ ചേക്കേറുന്നു. എൻ്റെ ഓരോ സ്വപ്ന വഴിയിലും ആവേശം പകർന്ന സ്നേഹമേ. ഇനി മറുനാട് മലനാട് അടുത്ത ആഴ്ച. ശുഭരാത്രി.